അവൻ ശരിക്കും ജീവിക്കാൻ അറിയാത്ത പയ്യനാ. ഞാൻ അവനോട് ആ പണം ട്രേഡിങ്ങിലിട്ട ഡബിളായി കിട്ടുന്നു പറഞ്ഞു. ആഹാ. അതിന് അവനും സമ്മതിച്ചു. എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അതവിടെ നിക്കട്ടെ, ചേട്ടൻ എത്ര പണം കൊണ്ടാ വന്നത്? 15 ലക്ഷം എടുത്തോണ്ട് വന്നിരുന്നടി. ശരിയാ, പൈസ വാങ്ങുന്നവര് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുവോ? വെറും 1 വർഷം കൊണ്ട് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോ എനിക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ. എന്നാ വിശ്വസിക്കണ്ട. സത്യം പറയാണെങ്കിൽ ആ പണം അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലാൻ ചെയ്തത്. എന്താ അമ്മേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ പിന്നെ, നിനക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഫോറിനിലേക്ക് പോണെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അതിനൊക്കെ എത്ര പണം ആവശ്യമെന്നറിയോ? മാത്രമല്ല, നിന്റെ പഠിപ്പ് കഴിഞ്ഞാൽ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണ്ടേ? ഇതിനൊക്കെയുള്ള കാശിന് ഞാൻ എവിടെ പോവാനാ? അതിനു വേണ്ടിയാ ആ പണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ സമാധാനത്തോടെ എല്ലാം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാ ആ പണം ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് നുണ പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെയാണോ? പക്ഷേ ചേട്ടനാ പൈസ 1 വർഷം കഴിഞ്ഞ് ഡബിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് തന്നെ ആയിരിക്കും പ്രശ്നമാവുന്നത്. അങ്ങനെയൊക്കെ അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമായെന്ന് ഞാൻ കള്ളം പറയും. എന്താ അമ്മേ? ഇതൊക്കെ വലിയ തെറ്റാണ്. നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. അമ്മയോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ചേട്ടൻ നാട്ടിൽ നിന്ന് വരെ വന്നത്. പുള്ളീനെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്ന അമ്മേ? ഇതൊന്നും നല്ലതിനേ അല്ല. എടീ, ഏതാ നല്ലത് ഏതാ ചീത്തത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നീ വായ മൂടി വെറുതെ ഇരുന്നാ മതി. ഹ. വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്ക്. ഇതിനെപ്പറ്റിയൊന്നും നീ അവനോട് ഒരു വാക്കും മിണ്ടിപ്പോവരുത്, മനസ്സിലായോ? ശരി. അത് ശരി. നാളെ മുതൽ 2 ദിവസം കോളേജ് ലീവല്ലേ? അതെ അമ്മേ. ശരി. നാളെ എന്റെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമാണ്. നാളെ എനിക്ക് പോണം. ഞാൻ വരുന്നതുവരെ നീ അർജുനെ ഒന്ന് ശ്രദ്ധിച്ചോണം, മനസ്സിലായോ? എന്താ അമ്മേ അവസാനം പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? എന്താടി, എന്തു പറഞ്ഞാലും നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? ഞാൻ വേഗം പോയിട്ട് വേഗം തന്നെ വന്നേക്കാം, മനസ്സിലായോ? ശരി ശരി. എന്നാ കിടക്ക്. ഉം. മോളെ പല്ലവി, ഞാൻ കല്യാണത്തിന് പോവാണ്. എണീറ്റ് വന്ന് ഡോർ അടച്ചേക്ക്. വാ, വേഗം എണീറ്റ് വാ. ശരി അമ്മേ. അമ്മ പൊക്കോ, ഞാൻ അടച്ചോളാം. ശരി, മറക്കണ്ട കേട്ടോ, മനസ്സിലായോ? എന്നാ ഒന്ന് വേഗം എണീറ്റ് വാ. ഉം. ചേട്ടാ, 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 നേരം വെളുത്ത് എണ്ണിക്ക്. ചേട്ടാ. പറയ് പല്ലവി. എന്താ ചേട്ടാ, ഇവിടെ വന്നപ്പോ തൊട്ട് നല്ല ഉറക്കാന്ന് തോന്നുന്നു. നല്ല ക്ഷീണമായിരുന്നു പല്ലവി, അതുകൊണ്ട് നല്ലോണം ഉറങ്ങിപ്പോയി. ശരി ചേട്ടാ, എണ്ണിച്ച് ചായ കുടിക്ക്. അത് ടേബിളിൽ വെച്ചേക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചേക്കാം. വേഗം കുടിക്ക് ചേട്ടാ. അതിരിക്കട്ടെ, നീ എന്താ ചായ എടുത്തോണ്ട് വന്നിരിക്കുന്നത്? അമ്മായി എവിടെ? അമ്മ അമ്മയുടെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് രാവിലെ പോയേക്കുവാ. അമ്മ വരാൻ എന്തായാലും വൈകുന്നേരം ആകും. ഓ, ഓക്കെ ഓക്കെ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാം. വേഗം റെഡി ആയിട്ട് വാ ചേട്ടാ. ഓക്കെ.
ഇന്ന് ചേട്ടന് എന്തായാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം ഫ്രിഡ്ജിൽ എന്താ ഉള്ളേ നോക്കാം. പല്ലവി. ചേട്ടാ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉം. ഓ, അല്ല, എന്താ ഇത്? ചേട്ടന് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഓഹോ, ഇത് കഴിക്കുന്നത് കൊണ്ട് ഒന്നും പറ്റില്ലല്ലോ. എന്താ ചേട്ടാ, എനിക്കെല്ലാം വെക്കാൻ അറിയാം. എനിക്ക് പാചകമൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം. ദിവസേന കോളേജിലേക്കും പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനും പഠിച്ചുവെങ്കിൽ ഗ്രേറ്റാ. അത് പിന്നെ പല്ലവി എപ്പോഴും ഗ്രേറ്റാ. ആ ചേട്ടാ, ചേട്ടൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അങ്ങനെയാണോ? സാറില്ല, എന്താ കാര്യം? ഇപ്പൊ തന്നെ പറഞ്ഞൂടെ? വേണ്ട ചേട്ടാ, കഴിക്കുമ്പോഴെന്തായാലും പറയുന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. ശരി, നീയും പ്ലേറ്റ് എടുത്തോണ്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി. ഉം. പല്ലവി, ഉം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? ചേട്ടാ, ചേട്ടൻ കാറ് വാങ്ങി ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാശ് മൊത്തവും അമ്മയുടെ കയ്യിൽ കൊടുത്തോ? അതെ, അമ്മായി ആ കാശ് അറിഞ്ഞവരുടെ കയ്യിൽ കൊടുത്ത് അതിലവർ ട്രേഡിംഗ് ചെയ്ത് ഡബിളായിട്ട് വാങ്ങിച്ചിരുന്നു പറഞ്ഞു. അത് മാത്രല്ല പല്ലവി, പഠിത്തം കഴിഞ്ഞിട്ട് നിന്നെ നീ കെട്ടിച്ചേരാന്നും പറഞ്ഞു. അങ്ങനെയാണോ? അമ്മ കള്ളം പറഞ്ഞേക്കുവാ, അതൊന്നും വിശ്വസിക്കാതെ. അമ്മായി എന്തിനാ എന്നോട് നോണ പറയുന്നേ? അമ്മ അങ്ങനെയാ ചേട്ടാ, അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കാതെ. ചേട്ടന്റെ കയ്യിലുള്ള 15 ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞേക്കുവാ. എന്താ പല്ലവി, നീ പറഞ്ഞത് സത്യാണോ? ആ സത്യാണ് ചേട്ടാ. ഇന്നലെ രാത്രിയാ അമ്മ എന്നോട് കാര്യമൊക്കെ പറഞ്ഞത്. ചേട്ടന്റെ കയ്യിലുള്ള പൈസ മൊത്തവും ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ കയ്യിലുള്ള 15 ലക്ഷം രൂപ അമ്മ അടിച്ചു മാറ്റാൻ വേണ്ടി ഇരിക്കുക. ആ പൈസ കൊണ്ട് എന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഫോറിനിൽ വിട്ടിട്ട് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതേലും വലിയ പണക്കാരൻ പയ്യനെ കൊണ്ട് എന്റെ കല്യാണം നടത്തണോന്ന് വെച്ചിരിക്കുക. അങ്ങനെയാണോ? ഇത് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അമ്മായി എന്തിനാ ഇങ്ങനെ ചെയ്തേ? അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ആരെയും കുറിച്ച് ആലോചിക്കത്തില്ല. ശരി, ഞാൻ പറയുന്നത് മാത്രം കേക്ക്. എങ്ങനെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിയിട്ട് ചേട്ടൻ വിചാരിച്ച പോലെ ഒരു കാറ് വാങ്ങിയിട്ട് സമാധാനത്തോടെ ബിസിനസ് ചെയ്. ഇതിനു ശേഷം ആരെങ്കിലും 1 വർഷത്തിന് ശേഷം പൈസ ഡബിളായിട്ട് തരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ. ഇതൊക്കെ ഫ്രോഡാ. ഇല്ലില്ല, ഞാനിത് അമ്മായി പറഞ്ഞതുകൊണ്ടാ വിശ്വസിച്ചത്. ആരെന്ത് പറഞ്ഞാലും എപ്പോഴും നമ്മളാ ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. ശരി, വിട്ടേക്ക് പല്ലവി, അമ്മായി വരട്ടെ, ഞാൻ സംസാരിക്കാം. ശരി ചേട്ടാ, നോക്കിക്കോ. പിന്നെ വേറൊരു കാര്യം, ചേട്ടനും എനിക്കും കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞതും ചേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാ. ചേട്ടന്റെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ എന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാ. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഞാൻ സ്നേഹിക്കുന്ന കാര്യം അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല. കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ചേട്ടനെ എങ്ങനെ പറ്റിച്ചേക്കുന്നെന്ന് കണ്ടോ? എനിക്കിപ്പോഴല്ല മനസ്സിലായത്. അമ്മായി വരട്ടെ, ഞാൻ സംസാരിക്കാം. അമ്മായി, ആ? നിങ്ങളിങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തു പറ്റി അർജുൻ? എന്താ നീ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മായി, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം വാങ്ങിയില്ലേ? നിങ്ങളത് ശരിക്കും ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയാണോ കൊടുത്തത്? എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ശരിക്കും ഞാനത് ട്രേഡിംഗ് ചെയ്യാനാ കൊടുത്തത്. 1 വർഷം കൊണ്ട് ആ പണം നിനക്ക് ഡബിൾ ആയി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മതി അമ്മായി, ഞാൻ എല്ലാ കാര്യം അറിഞ്ഞു. എന്റെ കയ്യിലെ 15 ലക്ഷം വാങ്ങാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇതുപോലത്തെ പ്ലാനൊക്കെ ചെയ്തത്? ആ, ഉം. നിങ്ങൾക്ക് ആ കാശ് വേണമെങ്കിൽ ഞാൻ തരുമായിരുന്നില്ല അമ്മായി.
എന്തിനോട് നുണ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയത്? ആ? ഞാൻ നിന്നോട് നുണ പറഞ്ഞ് നിന്റെ പണം മൊത്തം അടിച്ചു മാറ്റാൻ നോക്കിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാനാ അമ്മേ പറഞ്ഞത്. ആ? ഹ. നീ പറഞ്ഞെന്നോ? നീ എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞ്? ഞാൻ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയല്ലേ അവന്റെ പണം വാങ്ങി കൊടുത്തത്? എന്താ ഇത്? അമ്മയല്ലേ ഇന്നലെ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആ കാര്യത്തെക്കുറിച്ച് ചേട്ടനിപ്പോ ചോദിക്കുന്നത്. ഓ, അതാണോ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഉം? നീ അപ്പോഴേക്കത് സത്യാന്ന് വിശ്വസിച്ച് അവനോട് പോയി പറഞ്ഞോ? എന്താ അമ്മേ, ഇതൊക്കെ അമ്മയ്ക്കൊരു തമാശയാണോ? ചേട്ടൻ നാട്ടിലുള്ള സ്വത്തെല്ലാം വിറ്റിട്ട് ആ കാശ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ജീവിക്കാൻ വേണ്ടി വന്നേക്കുവാ. ആ മനുഷ്യനെ പോയി പറ്റിക്കാൻ നോക്കുന്ന അമ്മയ്ക്ക് ഇതിനുള്ള മനസാക്ഷി ഉണ്ടോ ഇല്ലയോ? ഇത് നോക്ക് പല്ലവി, ഞാൻ എന്തിനാ അർജുനെ പറ്റിക്കുന്നത്? ആ? ആ പണം ട്രേഡിങ്ങിന് വേണ്ടിയാ കൊടുത്ത്. നിർത്തമ്മേ, ഇതോടെ എല്ലാം നിർത്തിക്കോ. അമ്മയുടെ കള്ളത്തരങ്ങളെല്ലാം ചേട്ടനിപ്പോ മനസ്സിലായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആരെ കൊണ്ട് കൊടുത്ത പൈസ ഒരു വർഷത്തിൽ ഡബിളായിട്ട് തിരിച്ചു തരാൻ പറ്റും? ആരെ കൊണ്ടും പറ്റത്തില്ല. അമ്മ ചേട്ടനെ പറ്റിച്ചതൊക്കെ മതി. ചേട്ടന്റെ പൈസ തിരിച്ചു കൊടുത്തേക്ക്. അതേമായി എന്റെ കാശ് തിരിച്ചു തന്നേക്കേ. നിങ്ങൾ എനിക്ക് നല്ല ചെയ്യാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. നിങ്ങളെ വിശ്വസിച്ച് ഈ വീട് കയറി വന്ന് എന്നോട് നിങ്ങൾ ഈ ചതി കാണിച്ചത് ശരിയല്ല അമ്മായി. നിങ്ങൾ ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. നിങ്ങളെ വിശ്വസിച്ചവരെ ഒരിക്കലും പറ്റിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിക്കും കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നില്ലേ? പക്ഷെ എന്നെ പറ്റിച്ച് എന്തുകൊണ്ടാ കാശ് വാങ്ങിച്ചത്? പറയാമായി, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ വാല്യൂ വെറും 15 ലക്ഷമാണോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ കാശ് ദയവ് തന്നേക്കാമായി. എനിക്കല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ടാണ് നിലം വെട്ടിച്ച് സിറ്റിക്ക് വന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചത്. എന്റെ ഒറ്റൊരു വിശ്വാസമാണ് ആ കാശ്. എന്റെ ജീവിതം നശിച്ചു പോയത് നിങ്ങൾക്ക് കാശാണ് പ്രധാനമെങ്കിൽ ആ കാശ് നിങ്ങൾ തന്നെ വെച്ചോളൂ. ദൈവം അനുഗ്രഹിച്ച് എന്റെ കൈയിനും കാലിനും ഒരു കുഴപ്പമില്ല. എന്നെ കൊണ്ട് ഏത് ജോലി ചെയ്തെങ്കിലും ജീവിക്കാൻ പറ്റും. ഇനി പറയാൻ ഒന്നുമില്ല. ശരി അമ്മായി, ഞാൻ പോവുക. അർജുൻ, ഒരു നിമിഷം നിക്ക്. സോറി അർജുൻ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് ആ പൈസ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തുപോയി. പക്ഷേ ആ 15 ലക്ഷത്തെ വിശ്വസിച്ചാ നീ ഇരിക്കുന്നതെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു മോനെ. നീ എന്നിൽ വെച്ച വിശ്വാസത്തിന് ഞാൻ നിന്നോട് നീതി കാട്ടിയില്ല. സോറി അർജുൻ. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ നിന്റെ പണം ഇപ്പൊ തന്നെ തിരിച്ചു തരാം. ഹലോ. ആ, ഹലോ. ആ, പറയൂ മാഡം. എന്റെ മരുമോൻ അർജുൻ അവന്റെ പണം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്ന് വേഗം കൊണ്ടുവന്ന് തരുമോ? അയ്യോ, അങ്ങനെയാണോ? അദ്ദേഹം ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ പണം തന്നിരുന്നത്. ഇപ്പൊ എന്തു പറ്റി? അതൊന്നും വേണ്ടെന്നേ. നിങ്ങളത് വേഗം ഒന്ന് കൊണ്ടുവരൂ. ശരി മാഡം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഞാൻ കാശ് എടുത്തോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവന്ന് തരും. ഉം. ആ, കൊണ്ടുവന്നോ? ആ, കാശ് കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. കറക്റ്റ് ആണെന്ന് ഒന്ന് എണ്ണി നോക്കണേ. ആ, വളരെ നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കെ മാഡം, ഞാൻ ഇറങ്ങാം. ഇന്ന് അർജുൻ നിന്റെ പണം. ശരിയാണോ നീ എണ്ണി നോക്കിക്കോ. അർജുൻ, എന്നോട് ക്ഷമിക്കണേ മോനെ. ഞാൻ അറിയാതെ ചെയ്തതാ. ശരി, അത് വിട്ടേക്കാമായി, ഞാൻ പോവുക. അയ്യോ, ഈ നേരത്ത് നീ എങ്ങോട്ടാ പോകുന്നത്? സാറില്ല അമ്മായി, ഞാൻ പുറത്ത് PG ഹോസ്റ്റലോ നോക്കി അവിടെ പോയി താമസിച്ചോളാം. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്യാബ് ഓടിച്ച് ഞാൻ ജീവിതം റൺ ചെയ്തോളാം. പുറത്തൊക്കെ പോയി താമസിച്ച് എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചൂടെ? ഇല്ല, സെറ്റാവില്ല അമ്മായി, ഞാൻ പുറത്തുനിന്ന് താമസിച്ചോളാം. ശരി, ഞാൻ പോട്ടെ പല്ലവി. ഉം.